ഓം ശാന്തി. 2-11-20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. പഴയ ലോകം മാറി ഇപ്പോൾ പുതിയതായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഉത്തമ ദേവ പദവി നേടേണ്ടതുണ്ട്. ചോദ്യം: സർവീസബിളായ കുട്ടികളുടെ ബുദ്ധിയിൽ ഏതൊരു കാര്യം സദാ ഓർമ്മയുണ്ടായിരിക്കും? ഉത്തരം: അവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, ധനം നൽകിയത് കൊണ്ട് ധനം കുറഞ്ഞു പോകുകയില്ല. അതിനാൽ അവർ രാവും പകലും നിദ്ര പോലും ത്യാഗം ചെയ്ത് ജ്ഞാനധനം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്ഷീണിക്കുന്നില്ല. എന്നാൽ അഥവാ സ്വയം തന്നിൽ ഏതെങ്കിലും അവഗുണം ഉണ്ടായിരിക്കുകയാണെങ്കിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ ഉന്മേഷം വരിക സാധ്യമല്ല. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്കറിയാം, പരംപിതാവ് ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. ദിവസവും ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ ബാബ കേവലം ശിക്ഷണമല്ല തരുന്നത്, പരിപാലിച്ചുകൊണ്ടുമിരിക്കും. കാരണം ബാബയുടെ വീട്ടിൽ തന്നെയാണ് കുട്ടികൾ വസിക്കുന്നത്, മാതാപിതാക്കളുടെ കൂടെ വസിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇത് വണ്ടർഫുൾ കാര്യമാണ്. ആത്മീയ അച്ഛൻ്റെ അടുക്കൽ നിങ്ങൾ വസിക്കുന്നു. ഒന്നാമതായി ആത്മീയ അച്ഛൻ്റെ അടുക്കൽ മൂലവതനത്തിൽ വസിക്കുന്നു. പിന്നെ കൽപ്പത്തിൽ ഒരേ ഒരു തവണ ബാബ വരുന്നു, കുട്ടികൾക്ക് സമ്പത്ത് നൽകുവാനും പാവനമാക്കുവാനും സുഖവും ശാന്തിയും നൽകുവാനും. അപ്പോൾ തീർച്ചയായും താഴെ വന്ന് വസിക്കുന്നുണ്ടാകും. ഇതിൽ തന്നെയാണ് മനുഷ്യർക്ക് ആശയക്കുഴപ്പമുള്ളത്. സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന മഹിമയുമുണ്ട്. ഇനി സാധാരണ ശരീരം എവിടെ നിന്നെങ്കിലും പറന്നു വരുന്നതല്ല, തീർച്ചയായും മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. അതും പറഞ്ഞു തരുന്നു, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. കുട്ടികളായ നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നു, ബാബ നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുന്നു. തീർച്ചയായും നമ്മൾ യോഗ്യരല്ല, പതീതമായിരിക്കുന്നു. എല്ലാവരും പറയുന്നു, ഹേ പതീത പാവന, വരൂ, വന്ന് നമ്മൾ പതീതരെ പാവനമാക്കി മാറ്റൂ. ബാബ പറയുന്നു, എനിക്ക് കൽപ്പകൽപ്പങ്ങളിൽ പതീതരെ പാവനമാക്കാനുള്ള ഡ്യൂട്ടി ലഭിച്ചിട്ടുണ്ട്. ഹേ കുട്ടികളെ, ഇപ്പോൾ ഈ പതീത ലോകത്തെ പാവനമാക്കേണ്ടതുണ്ട്. പഴയ ലോകത്തെ പതീതമെന്നും പുതിയ ലോകത്തെ പാവനമെന്നും പറയും. പഴയ ലോകത്തെ പുതിയതാക്കുന്നതിനായി ബാബ വന്നിരിക്കുന്നു. കലിയുഗത്തെ ആരും തന്നെ പുതിയ ലോകം എന്ന് പറയില്ല. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. കലിയുഗമാണ് പഴയ ലോകം. ബാബയും വരുന്നത് തീർച്ചയായും പഴയതിൻ്റെയും പുതിയതിൻ്റെയും സംഗമത്തിലാണ്. എവിടെയും നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കുമ്പോൾ പറയൂ, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്, ബാബ വന്നു കഴിഞ്ഞു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ് എന്നറിയുന്ന ഒരു മനുഷ്യൻ പോലും മുഴുവൻ ലോകത്തിലുമില്ല. തീർച്ചയായും നിങ്ങൾ സംഗമയുഗത്തിലാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, മുഖ്യമായ കാര്യം തന്നെ സംഗമയുഗം ആണ്. പോയിന്റ്സും വളരെയധികം ആവശ്യമാണ്. ഏത് കാര്യം ആരും അറിയുന്നില്ല, അത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തീർച്ചയായും എഴുതണം, ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗമാണ്. പുതിയ യുഗത്തിൻ്റെ, അതായത് സത്യയുഗത്തിൻ്റെ ചിത്രവുമുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ സത്യുഗി പുതിയ ലോകത്തിൻ്റെ അധികാരിയാണ് എന്ന് മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ മുകളിൽ പുരുഷോത്തമ സംഗമയുഗം എന്ന വാക്ക് തീർച്ചയായും വേണം. ഇത് തീർച്ചയായും എഴുതണം, കാരണം ഇതാണ് മുഖ്യമായ കാര്യം. മനുഷ്യർ മനസ്സിലാക്കുന്നത് കലിയുഗം ഇപ്പോഴും വളരെയധികം വർഷങ്ങൾ ബാക്കിയുണ്ട് എന്നാണ്. തികച്ചും ഘോര അന്ധകാരത്തിലാണ്. അപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും, പുതിയ ലോകത്തിൻ്റെ അധികാരികൾ ഈ ലക്ഷ്മി നാരായണന്മാരാണ്. ഇതാണ് പൂർണ്ണ അടയാളം.
നിങ്ങൾ പറയുന്നു, ഈ രാജ്യത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നവയുഗം വന്നു, അജ്ഞാന നിദ്രയിൽ നിന്നും ഉണരൂ എന്ന് ഗീതവുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, ഇപ്പോൾ സംഗമയുഗമാണ്. ഇതിനെ നവയുഗം എന്ന് പറയില്ല. സംഗമത്തെ സംഗമയുഗം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിൽ പഴയ ലോകം ഇല്ലാതായി പുതിയ ലോകം സ്ഥാപിതമാകുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദേവതമാരേക്കാൾ ഉത്തമ പദവി ഈ ലക്ഷ്മി നാരായണൻ്റേതാണ്. ഇവരും മനുഷ്യർ തന്നെ. ഇവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. അതിനാൽ ദേവി ദേവത എന്ന് പറയുന്നു. ഏറ്റവും ഉത്തമമായ ഗുണമാണ് പവിത്രതയുടേത്. അതിനാലാണ് മനുഷ്യർ ദേവതമാരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നത്. ആരാണോ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ ഈ പോയിന്റ്സ് എല്ലാം ധാരണയാകും. ധനം നൽകിയത് കൊണ്ട് ധനം കുറഞ്ഞു പോകുകയില്ല എന്ന് പറയുന്നു. വളരെയധികം അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നോളജ് ആണെങ്കിൽ വളരെ സഹജമാണ്. എന്നാൽ ചിലരിൽ ധാരണ നല്ല രീതിയിൽ ഉണ്ടാകുന്നു, ചിലരിൽ ഉണ്ടാകുന്നില്ല. ആരിൽ അവഗുണങ്ങളുണ്ടോ അവർക്ക് സെന്റർ പരിപാലിക്കുവാനും സാധിക്കില്ല. അപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, എക്സിബിഷനിലും നേരായ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. പുരുഷോത്തമ സംഗമയുഗം എന്നത് മുഖ്യമായും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. ഈ സംഗമത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ധർമ്മം ഉണ്ടായിരുന്നപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഈ മഹാഭാരത യുദ്ധവും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും ഇപ്പോഴാണ് ഇറങ്ങിയത്, മുൻപ് ഉണ്ടായിരുന്നില്ല. 100 വർഷത്തിനുള്ളിൽ എല്ലാം ഇല്ലാതാകുന്നു. സംഗമയുഗം ഏറ്റവും കുറഞ്ഞത് 100 വർഷം വേണമല്ലോ. മുഴുവൻ ലോകവും തയ്യാറാകേണ്ടതുണ്ട്. ന്യൂ ഡൽഹി ഉണ്ടാക്കുന്നതിന് എത്ര വർഷമെടുത്തു? നിങ്ങൾ മനസ്സിലാക്കുന്നു, ഭാരതത്തിൽ തന്നെയാണ് പുതിയ ലോകം ഉണ്ടായിരിക്കുന്നത്. പിന്നെ പഴയ ലോകം ഇല്ലാതാകും. കുറച്ചൊക്കെ അവശേഷിക്കുമല്ലോ. പ്രളയം ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ സംഗമയുഗമാണ്. പുതിയ ലോകത്തിൽ തീർച്ചയായും ഈ ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നു. വീണ്ടും ഇവർ തന്നെ ഉണ്ടാകും. ഇതാണ് രാജയോഗത്തിൻ്റെ പഠനം. അഥവാ ആർക്കെങ്കിലും ഡീറ്റെയിലായി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കേവലം ഒരു വാക്ക് പറയൂ. പരംപിത പരമാത്മാവ് സർവരുടെയും പിതാവാണ്. ആ ഒന്നിനെ സർവരും ഓർമ്മിക്കുന്നു. ആ ഒന്ന് കുട്ടികളായ നമ്മളോട് പറയുന്നു, നിങ്ങൾ പതീതമായിരിക്കുന്നു. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. തീർച്ചയായും കലിയുഗത്തിൽ പതീതവും സത്യയുഗത്തിൽ പാവനവുമായിരിക്കും. ഇപ്പോൾ പരംപിത പരമാത്മാവ് പറയുന്നു, ദേഹസഹിതം ഈ പതീത സംബന്ധമെല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ഇത് ഗീതയിലെ തന്നെ വാക്കുകളാണ്. ഗീതയുടെ യുഗവുമാണ്. ഗീത സംഗമയുഗത്തിൽ തന്നെയാണ് പാടപ്പെട്ടിരുന്നത്. അപ്പോൾ വിനാശം സംഭവിച്ചിരുന്നു. ബാബ രാജയോഗം പഠിപ്പിച്ചിരുന്നു. രാജധാനി സ്ഥാപിതമായിരുന്നു. വീണ്ടും തീർച്ചയായും ഉണ്ടാകും. ഇവയെല്ലാം ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നുവല്ലോ. ശരി, ഈ ശരീരത്തിൽ വന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ശരീരത്തിൽ വരണം. അറിവ് ബാബയുടേത് തന്നെയാണല്ലോ. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേരല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ കേവലം പറയുന്നു, ബാബ പറയുന്നു എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി എൻ്റെ അടുക്കൽ എത്തിച്ചേരും. എത്ര സഹജമാണ്. കേവലം എന്നെ ഓർമ്മിക്കൂ. 84ൻ്റെ ചക്രത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആര് ധാരണ ചെയ്യുമോ അവർ ചക്രവർത്തി രാജാവാകും. ഈ മെസ്സേജ് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. വീട്ടിലേക്ക് സർവർക്കും പോകേണ്ടതുണ്ട്. നമ്മളും വീടിൻ്റെ തന്നെ വഴിയാണ് പറഞ്ഞു തരുന്നത്. പാതിരിമാർ, അതായത് ക്രിസ്ത്യൻ
പുരോഹിതന്മാർ തുടങ്ങി ആരായിരുന്നാലും നിങ്ങൾ അവർക്ക് ബാബയുടെ സന്ദേശം നൽകുവാൻ സാധിക്കും. നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ വളരെയധികം രസം കയറേണ്ടതാണ്. പരംപിത പരമാത്മാവ് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മ വിനാശമാകും. സർവർക്കും ഈ ഓർമ്മ വരുത്തണം. ബാബയുടെ സന്ദേശം കേൾപ്പിക്കുന്നത് തന്നെയാണ് നമ്പർ 1 സർവീസ്. ഗീതയുടെ യുഗവും ഇപ്പോഴാണ്. ബാബ വന്നിരിക്കുകയാണ്. അതിനാൽ അതേ ചിത്രം തുടക്കത്തിൽ വെക്കേണ്ടതാണ്. നമുക്ക് ബാബയുടെ സന്ദേശം നൽകുവാൻ സാധിക്കും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ തയ്യാറായിരിക്കണം. നമ്മൾ അന്ധരുടെ ഊന്നുവടിയാകട്ടെ എന്ന് ഹൃദയത്തിൽ തോന്നണം. ഈ സന്ദേശം ആർക്കും നൽകുവാൻ സാധിക്കും. BK എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോകുന്നു. പറയൂ, നമ്മൾ കേവലം ബാബയുടെ സന്ദേശമാണ് നൽകുന്നത്. പരംപിത പരമാത്മാവ് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. നമ്മൾ ആരെയും അധിക്ഷേപിക്കുന്നില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ ഉയർന്നതിലും ഉയർന്നവനും പതീത പാവനുമാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഇത് നോട്ട് ചെയ്യൂ. ഇത് വളരെയധികം ഉപയോഗപ്പെടുന്ന കാര്യമാണ്. കൈകളിൽ അഥവാ ബാഹുക്കളിൽ അക്ഷരം എഴുതിക്കാറുണ്ടല്ലോ, ഇതും എഴുതൂ. ഇത്രമാത്രം പറഞ്ഞു കൊടുത്തുവെങ്കിലും ദയാഹൃദയനും മംഗളകാരിയുമായി സ്വയം തന്നോട് പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. സർവീസ് തീർച്ചയായും ചെയ്യണം, പിന്നെ ശീലമാകും. ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും, ചിത്രങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. ഇതാണ് സന്ദേശം കൊടുക്കുന്നതിൻ്റെ ചിത്രം. ലക്ഷ്യങ്ങൾ തയ്യാറാകും. ഓരോ വീട്ടിലും പോയി സന്ദേശം കൊടുക്കണം. പൈസ ആരെങ്കിലും തന്നാലും ഇല്ലെങ്കിലും പറയൂ, ബാബ ദരിദ്രരുടെ നാഥനാണ്. നമ്മുടെ കടമയാണ് ഓരോ വീട്ടിലും സന്ദേശം നൽകുക എന്നത്. ഇത് ബാബ് ദാദ ഈ ഒന്നിലൂടെ ഈ സമ്പത്ത് ലഭിക്കുന്നു. 84 ജന്മങ്ങൾ ഇദ്ദേഹം എടുക്കും. ഇത് ഇദ്ദേഹത്തിൻ്റെ അന്തിമ ജന്മമാണ്. നമ്മൾ ബ്രാഹ്മണരാണ്. നമ്മൾ തന്നെ പിന്നീട് ദേവതയാകും. ബ്രഹ്മാവും ബ്രാഹ്മണനാണ്. പ്രജാപിത ബ്രഹ്മാവ് ഒറ്റയ്ക്കായിരിക്കുകയില്ലല്ലോ. തീർച്ചയായും ബ്രാഹ്മണ വംശാവലിയും ഉണ്ടാകുമല്ലോ. ബ്രഹ്മാവ് തന്നെ വിഷ്ണു ദേവത, ബ്രാഹ്മണരാണ് കുടുമി. അവർ തന്നെ ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ആകുന്നു. ചിലർ തീർച്ചയായും വരും. അവർ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. പുരുഷന്മാർക്കും സർവീസ് ചെയ്യുവാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് മനുഷ്യർ കട തുറക്കുമ്പോൾ പറയുന്നു, സുബഹ് കാ സായി, അതായത് ഉപഭോക്താവിനെ പറഞ്ഞയക്കുവാനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും രാവിലെ പോയി ബാബയുടെ സന്ദേശം കേൾപ്പിക്കൂ. പറയൂ, നിങ്ങളുടെ തൊഴിൽ വളരെ നല്ലതാകും. നിങ്ങൾ ഈശ്വരനെ ഓർമ്മിക്കൂ, എങ്കിൽ 21 ജന്മത്തേക്ക് സമ്പത്ത് ലഭിക്കും. അമൃതവേളയുടെ സമയം നല്ലതാണ്. ഇക്കാലത്ത് വ്യവസായങ്ങളിൽ മാതാക്കളും ഇരുന്ന് ജോലി ചെയ്യുന്നു. ഈ ബാഡ്ജും ഉണ്ടാക്കുന്നത് വളരെ സഹജമാണ്. കുട്ടികളായി നിങ്ങൾ രാപകൽ സർവീസിൽ മുഴുകണം. ഉറക്കം നിഷിദ്ധമാക്കണം. ബാബയുടെ പരിചയം ലഭിക്കുന്നതിലൂടെ മനുഷ്യർ യജമാനൻ്റേതായി മാറുന്നു. നിങ്ങൾക്ക് ആർക്കും സന്ദേശം നൽകുവാൻ സാധിക്കും. നിങ്ങളുടെ ജ്ഞാനം വളരെ ഉയർന്നതാണ്. പറയൂ, നമ്മൾ ഒന്നിനെ ഓർമ്മിക്കുന്നു. ക്രൈസ്റ്റിൻ്റെ ആത്മാവും ആ ഒന്നിൻ്റെ പുത്രനായിരുന്നു. ആത്മാക്കളെല്ലാം ആ ഒന്നിൻ്റെ കുട്ടികളാണ്. ഗോഡ് ഫാദറായ ആ ഒന്ന് പറയുന്നു, മറ്റൊരു ദേഹധാരിയെയും ഓർമ്മിക്കാതിരിക്കൂ. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും, എൻ്റെ അടുക്കൽ എത്തിച്ചേരും. മനുഷ്യർ പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ വീട്ടിലേക്ക് പോകാനാണ്. പക്ഷേ ആരും പോകുന്നില്ല. കാണാൻ കഴിയുന്നത് കുട്ടികൾ ഇപ്പോൾ വളരെ തണുത്തു പോയിരിക്കുന്നു. ഇത്രയും പ്രയത്നം എത്തിച്ചേരുന്നില്ല. ഒഴിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ വളരെയധികം സഹിക്കേണ്ടിയും വരും.
ധർമ്മസ്ഥാപകർക്ക് എത്ര സഹിക്കേണ്ടി വരുന്നു. ക്രൈസ്റ്റിനെ കുറിച്ചും പറയുന്നു, ക്രൈസ്റ്റിനെ കുരിശിൽ ഏറ്റി എന്ന്. നിങ്ങളുടെ ജോലിയാണ് സർവർക്കും സന്ദേശം നൽകണം. അതിനു വേണ്ടിയുള്ള യുക്തികൾ ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ ബാബ മനസ്സിലാക്കും ധാരണയില്ല. എങ്ങനെ സന്ദേശം കൊടുക്കണം എന്ന നിർദ്ദേശം ബാബ നൽകുന്നു. ട്രെയിനിലും നിങ്ങൾ ഈ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്കറിയാം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ചിലർ ശാന്തിധാമത്തിലേക്കും പോകുമല്ലോ. വഴിയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. ബ്രാഹ്മണരായ നിങ്ങൾക്ക് തന്നെ പോകേണ്ടതുണ്ട്. വളരെ പേരുണ്ട്. ബ്രാഹ്മണരെ എവിടെയെങ്കിലും വയ്ക്കുമല്ലോ. ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ, പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ തീർച്ചയായും ഉണ്ടാകുമല്ലോ. ആദിയിൽ ഉള്ളത് തന്നെ ബ്രാഹ്മണരാണ്. നിങ്ങൾ ബ്രാഹ്മണരാണ് ഉയർന്നതിലും ഉയർന്നത്. ആ ബ്രാഹ്മണർ കുഖവംശാവലിയാണ്. ബ്രാഹ്മണർ തീർച്ചയായും വേണമല്ലോ. ഇല്ലെങ്കിൽ പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളായ ബ്രാഹ്മണർ എവിടെ പോയി? ബ്രാഹ്മണർക്ക് നിങ്ങളിരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അപ്പോൾ അവർ ഉടൻ മനസ്സിലാക്കും. പറയൂ, നിങ്ങളും ബ്രാഹ്മണരാണ്, നമ്മളും സ്വയം ബ്രാഹ്മണൻ എന്ന് പറയുന്നു. ഇനി പറയൂ, നിങ്ങളുടെ ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? ബ്രഹ്മാവിൻ്റെ അല്ലാതെ മറ്റൊരു പേരും പറയില്ല. നിങ്ങൾ ട്രയൽ നടത്തി നോക്കൂ. ബ്രാഹ്മണരുടെയും വളരെ വലിയ വലിയ കുലങ്ങൾ ഉണ്ടായിരിക്കുന്നു. പൂജാരി ബ്രാഹ്മണർ അനേകമുണ്ട്. അജ്മീറിൽ അനേകം കുട്ടികൾ പോകുന്നു. ഒരിക്കലും ആരും ഇങ്ങനെയൊരു സമാചാരം നൽകിയിട്ടില്ല. അതായത് നമ്മൾ ബ്രാഹ്മണരെ കണ്ടുമുട്ടി അവരോട് ചോദിച്ചു, നിങ്ങളുടെ ധർമ്മസ്ഥാപകൻ ആരാണ്? ബ്രാഹ്മണ ധർമ്മം ആര് സ്ഥാപിച്ചു? നിങ്ങൾക്കറിയാം സത്യമായ ബ്രാഹ്മണർ ആരാണ് എന്ന്. നിങ്ങൾക്ക് വളരെ പേരുടെ മംഗളം ചെയ്യുവാൻ സാധിക്കും. യാത്രകളിലും ഭക്തർ തന്നെയാണ് പോകുന്നത്. ലക്ഷ്മി നാരായണന്റെ ഈ ചിത്രം വളരെ നല്ലതാണ്. നിങ്ങൾക്കറിയാം ജഗദംബ ആരാണ്, ലക്ഷ്മി ആരാണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ജോലിക്കാർക്കും കാട്ടുജാതിക്കാർക്കും ഒക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. അവരെ കേൾപ്പിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. വളരെയധികം ദയാഹൃദയരാകണം. പറയൂ, നിങ്ങൾക്കും പാവനമായ ലോകത്തിലേക്ക് പോകുവാൻ സാധിക്കും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ശിവബാബയെ ഓർമ്മിക്കൂ. ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യം വളരെയധികം ഉണ്ടാകണം. ആരാണോ സ്വയം ഓർമ്മിക്കുന്നത് അവർ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യും. ബാബ പോയി സംസാരിക്കുകയൊന്നുമില്ല. ഇത് കുട്ടികളായ നിങ്ങളുടെ കാര്യമാണ്. ദരിദ്രരുടെയും മംഗളം ചെയ്യണം. പാവങ്ങൾ വളരെയധികം സുഖമുള്ളവരായി മാറും. അല്പം ഓർമ്മിക്കുന്നതിലൂടെ പ്രജയിലെങ്കിലും വരും. അതും നല്ലതാണ്. ഈ ധർമ്മമാണെങ്കിൽ വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. ദിനം പ്രതിദിനം നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിൽ പുറത്തു വരും. സർവർക്കും ഈ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾ പദമാപദം ഭാഗ്യശാലികളാണ്. മഹിമ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടും ഏതെങ്കിലും കാര്യത്തിൻ്റെ ചിന്ത എന്തിനു വെക്കണം? ഇതാണ് ഗുപ്ത ജ്ഞാനം, ഗുപ്ത സന്തോഷം. നിങ്ങൾ ഇൻകോഗ്നിറ്റോ വാരിയേഴ്സ് ആണ്. അതായത് ഗുപ്ത യോദ്ധാക്കളാണ്. നിങ്ങളെ അൺനോൺ വാരിയേഴ്സ് എന്ന് പറയും. അൺനോൺ വാരിയേഴ്സ് എന്ന് മറ്റാരെങ്കിലും ആവുക സാധ്യമല്ല. നിങ്ങളുടെ ദിൽവാല ക്ഷേത്രം പൂർണ്ണമായും സ്മാരകമാണ്. ഹൃദയം കവരുന്നവൻ്റെ പരിവാരമാണല്ലോ. മഹാവീരനും മഹാവീരിണിയും അവരുടെ സന്താനങ്ങളുമുള്ള ഇത് പരിപൂർണമായ തീർത്ഥസ്ഥാനമാണ്. കാശിയേക്കാൾ ഉയർന്ന സ്ഥാനമായി. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓരോ വീട്ടിലും പോയി ബാബയുടെ സന്ദേശം നൽകണം.
സേവനം ചെയ്യുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യൂ. സേവനത്തിനു വേണ്ടി യാതൊരു ഒഴിവുകഴിവും പറയാതിരിക്കൂ. ഏതെങ്കിലും കാര്യത്തിൻ്റെ ചിന്ത നടത്തണ്ട. ഗുപ്തമായ സന്തോഷത്തിലിരിക്കണം. ഏതെങ്കിലും ദേഹധാരിയെ ഓർമ്മിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. വരദാനം: പരിതസ്ഥിതികളെ ഗുഡ് ലക്കായി മനസ്സിലാക്കി തൻ്റെ നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കുന്ന അചഞ്ചലവും ഉറച്ചവരുമായി ഭവിക്കട്ടെ. ഏതൊരു പരിതസ്ഥിതി വന്നാലും താങ്കൾ ഹൈ ജമ്പ് നടത്തൂ. കാരണം പരിതസ്ഥിതി വരുന്നതും ഗുഡ് ലക്കാണ്. ഇത് നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കാനുള്ള സാധനമാണ്. താങ്കൾ ഒരു തവണ അംഗദിന് സമാനം ശക്തിശാലിയാകുമ്പോൾ ഈ പരീക്ഷയും നമസ്കരിക്കും. ആദ്യം വികരാള രൂപത്തിൽ വരും, പിന്നെ ദാസിയാകും. നമ്മൾ മഹാവീരനാണ് എന്ന് ചലഞ്ച് ചെയ്യൂ. ഏതുപോലെ ജലത്തിന് മുകളിൽ രേഖയ്ക്ക് നിൽക്കാൻ സാധിക്കാത്തതുപോലെ മാസ്റ്റർ സാഗരമായ എൻ്റെ മേൽ ഒരു പരിതസ്ഥിതിക്കും യുദ്ധം ചെയ്യുവാൻ സാധിക്കില്ല. സ്വസ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ അചഞ്ചലവും ആടാത്തവരുമായി മാറും. സ്ലോഗൻ: ആരുടെ ഓരോ കർമ്മവും ശ്രേഷ്ഠവും സഫലവുമാണോ അവരാണ് നോളജ്ഫുൾ. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ
ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ. शाश्वत है शांति सुख की छटा निराली है ब्रह्म घर में ये अरुणिमा सी फैली है लाली अनुपम ये शाश्वत है शांति सुख की छटा निराली।